സുവിശേഷം 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്നു പറഞ്ഞു. യേശു സ്നേഹിച്ചത് പ്രാണന് തുല്യമായിട്ടാണ് ഈ യോഹന്നാനെ സ്നേഹിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് എന്ന യേശുവിനെ ഒത്തിരി സ്നേഹിച്ചു. പക്ഷേ യേശു സ്നേഹിച്ചത് യോഹന്നാനെ ആയിരുന്നു. യോഹന്നാനാണ് അത് വെളിപ്പെട്ട് ദൈവം കൊടുത്തത്. ആ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സാന്നിധ്യം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ആ ദൈവത്തിൻ്റേതായ ആ സമാധാനവും സന്തോഷവും വെളിപ്പെടുവാനിടയാകത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഏത് വ്യക്തി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നു, കർത്താവ് അവരെ കൈ ഉയർത്തി പിടിച്ച് നടത്തുന്ന ദൈവമാണ്. അവരെ മാനിക്കുന്ന ദൈവമാണ്. അവരെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. അതേപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാനെ ചരിത്രമൊക്കെ പറയുന്നത് കർത്താവിനേക്കാൾ കുറേ വയസ്സിന് താഴെയുള്ള ഒരു യോഹന്നാനായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മാർവിൽ എപ്പോഴും ചാരിക്കിടക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ സ്നേഹിപ്പാൻ